ജോഷി, അജ്മൽ സാറേ. ജോഷി, ഞാൻ വെറുതെ ഡീസലും കത്തിച്ച് കൊച്ചിയിൽ പറഞ്ഞതാവരുത്. ഇല്ല സാറേ, ഇല്ല സാറേ, ഞാൻ അവനെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. സാറേ എത്താറായ? ആ, അവിടെ നീക്ക്, ഞാൻ ഇപ്പൊ 10 മിനിറ്റ്. ശരി സാറേ. അമ്മി, നിങ്ങൾ എവിടെ എത്തി? ടോള് കഴിഞ്ഞിക്കണ്. ഇജ്ജ് ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയ വണ്ടി ഓടിക്കുമ്പോ നിങ്ങൾ ഉറങ്ങിയാലോ? പിന്നെ എന്താ പുതിയ ഒന്നും കിട്ടിയില്ല? കിട്ടിയോന്നാ? തലയും കുത്തി ഇന്നാലും നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടൂല. കിട്ടിയാലോ? കിട്ടി ഞങ്ങൾക്ക് മാണ്ട തന്നെ സ്പെഷ്യല്. എന്നാ ചോദിക്ക. ശരി, 1000 പുട്ടുപൊടിക്ക് അരമുറി തേങ്ങ. എന്താ? 1000 പുട്ടുപൊടിക്ക് അരമുറി തേങ്ങ. ഹലോ, ഞാൻ ഒന്ന് ആലോചിച്ചപ്പോ തിരിച്ചു വിളിച്ചു. ഞാൻ സ്പെഷ്യൽ റെഡി ആയിരുന്നോ? അതിന് ഉത്തരം കിട്ടിയാലല്ലേ. ഇത് കിട്ടാൻ ഇത്തിരി പൊളിച്ചു. നോക്കാലോ. ഞാൻ വിളിച്ച വെക്കല്ലേ സ്പീക്കറിലല്ലേ, കുറച്ചുകൂടെ വർത്താനം പറയാ. നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾ തിരിച്ചിങ്ങോട്ട് എത്തൂലേ? കൊച്ചിയിലിപ്പോ എനിക്ക് വേറെന്താ പണി? നമുക്ക് ഈ രാത്രി കച്ചവടം വേണ്ടട്ടാ. പിന്നെ നിങ്ങള് കൊച്ചിയിലെ തട്ടടാത്ത കുട്ടികളൊന്നും നോക്കരുതട്ടാ. എന്റെ പൊന്നാര അമ്മയെ, ഈ നട്ടപ്പാതിരാക്ക് റോട്ടിലവിടെ തട്ടിടാത്ത കുട്ടികൾ. ഞാൻ വിളിച്ച സീറ്റ് ബെൽറ്റ് ഇടും. ജോഷി, ഓൻ ഏത് വകുപ്പിലാ ടോക്കൺ കൊടുത്ത് പറഞ്ഞുറപ്പിച്ചെന്ന് 50 ലക്ഷം കൂട്ടി ചോദിക്കണം. അത് സാറേ, ഇടയ്ക്ക് ആരോ കളിക്കുന്നുണ്ട്. ചാവക്കാട് നിന്ന് ഒരു ടീം 2 ദിവസം മുമ്പ് വന്ന് 7.5 കോടി പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനാണ് നമുക്ക് വരുന്നത്? അതവൻ വാക്ക് പറഞ്ഞോണ്ട്. ഓൻ എന്നോട് 6.5 കോടി പറഞ്ഞോണ്ടല്ലേ ഞാൻ അറബീനോട് 7 പറഞ്ഞത്. അറബിക്ക് കൊടുത്ത വാക്ക് എനിക്ക് മാറ്റാൻ പറ്റൂല. ആ സ്ഥലം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. ജോഷി, എന്റെ ജോലിയാണ്. സാറേ സംസാരിക്കാം. സംസാരിക്കേ, ജാരക്കാതിരിക്കണ. സാർ അവനൊരു 50 കൂടെ കൂട്ടിത്തരാൻ പറഞ്ഞാ ഓക്കെ ആണോ? അല്ല, ഒന്ന് സംസാരിച്ചു തുടങ്ങാനായിട്ട്. ജോഷി, അറബിന്റെ നാട്ടിൽ ഇൻട്രസ്റ്റ് ആള് ഞാൻ എൻ്റെ അണ്ടറിലാക്കി വെച്ചത് എനിക്ക് പൈസ ഉണ്ടാക്കാനാണ്, ഉള്ളത് കളയാനല്ല. ഞാൻ ഈ കൊച്ചിയിൽ വരുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യിക്കണം. എന്താ അറിയോ എനക്ക്? നമ്മളെ രണ്ടാളുടെയും മണ്ട ഒരേപോലെ ചിന്തിക്കണം. മുന്നിലുള്ള തടസ്സം കാണരുത്, അതിനപ്പുറത്ത് എന്താണെന്ന് നോക്കേണ്ടത്. ഇരുമ്പിന് ജീവൻ വെച്ചാൽ ഒരു ചിന്തയില്ല. സാറേ, ഇത് തലയ്ക്ക് ചൂരാത്ത പിള്ളേരാണ്.
പിള്ളേര് വെറുതെ അഭ്യാസം കാണിച്ചാണ് സാറേ. ഹലോ, ഉത്തരം കിട്ടിയാ? ഞാൻ തന്നെ ആലോചിച്ചോണ്ടിരിക്കാണ്. കിട്ടുമ്പോ വിളിച്ച. പിന്നെ നിങ്ങൾക്കൊരു ക്ലൂ മാണാ? വേണ്ട, ക്ലൂ ഒന്നും വേണ്ട. എന്റെ കൽബോ കെട്ടിയോളാ. ഓ, ഓളെന്നെ സേവ് ചെയ്ത് വെച്ചാ മാറ്റാൻ സമ്മതിക്കൂല. 1000 പുട്ടുപൊടിക്ക് അരമുറി തേങ്ങ. എന്താ അറിയോ? സാറൊന്ന് തിരിച്ചു വിളിച്ചു ചോദിച്ചു നോക്കിയേ, ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണോ? ആ നായ്ക്കളല്ലേ കിടക്കണേ? എന്തിനാണ് സാറേ? സാറേ ഉറങ്ങിയിരുന്ന ഇല്ല, ഉത്തരം കിട്ടിയെന്ന് മാത്രം പറയരുത്. എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കണേ? ചന്ദ്രന്റെ നക്ഷത്രങ്ങളുമാണ്. അതും കിട്ടിയാ? ഒരുമാതിരി സാധനം തന്നെ ട്ടാ. ഓ പിന്നെ ഞാൻ വിളിച്ച എന്താടാ എന്റെ ചഞ്ഞി മാറിയ കൊള്ളനെ ട്രൗസർ ഇട്ടാ പോരാ മണ്ട അടിച്ചു. Sir, please, sir. ഹലോ, ഹലോ, ഇങ്ങനെ ഒരാളുണ്ടോ? ഞാൻ വിചാരിച്ച എന്റെ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവൂന്ന്. അങ്ങനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ നാൻസി? ഇനി കാണില്ല എന്നും പറഞ്ഞ് കഴിഞ്ഞ വർഷം പോയ ആളല്ലേ. അതിന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് നന്നായി, അറിയാലോ. പിന്നെന്തിനാ നല്ല വിളി ഇപ്പം വിളിച്ചത്? 2-3 നായ്ക്കളെ വീണ് കിട്ടിക്കണം. ഇജിപ്പിൾ അവിടെ തന്നെ അതെ, ഇപ്പൊ ഉണ്ടാ? ഉണ്ട്, ഇന്ന് നൈറ്റാ. 10 മിനിറ്റ് ഞാൻ അടുത്ത്. ഓക്കെ. അപ്പോഴേക്കും പുതിയത് കണ്ടുപിടിച്ചേ. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേക്കണേ?
1001 രാവിലെ കഥ പറയണ പെണ്ണാ ഞാൻ, ഷെഹ്റാസാദ്. ആണോ? ഞാൻ വിചാരിച്ച അന്ത്രൂഖാന്റെ മൂത്തമോൾ ആമിനാന്ന്. ആമിനല്ല, ആമി. ഈ ചോദ്യം ചോദിക്കും സ്പീക്കറിൽ. ശരി, എന്നാ പെട്ടെന്ന് കേട്ടോളി. നിങ്ങളെ ഒരു സാധനം, അത് വലുതാവും ചെറുതാവും, എന്നാ ഒരു പൊടിക്ക് കനല്ല. എന്താ? എന്ത്? നിങ്ങളെ ഒരു സാധനം, അത് വലുതാവും ചെറുതാവും, എന്നാ തീരെ കനല്ല. എന്താ അത്? തിരിച്ചു വിളിച്ച എന്താടാ അലിച്ചന? ഞാൻ വിചാരിച്ചു ആളാകെ തടിച്ചിട്ടുണ്ടാവുന്നു. കെട്ടിയോടെ ബിരിയാണിയെല്ലാം കഴിച്ചിട്ട്. ടെൻഷനാ നാൻസിയെ, ടെൻഷൻ. മരണപ്പാച്ചല്ല. എന്താ എൻ്റെ ഹാല്? എപ്പോഴാ പണി കഴിക്കാൻ? പണ്ടത്തെ ഹാല് തന്നെ. 3 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഫ്ലാറ്റിൽ ഉറക്കം. കെട്ടിയോനോട് US പോയി. അപ്പൊ എന്നെ കൊണ്ടുപോയില്ലേ? ഇവിടുത്തെ കോൺട്രാക്ട് തീർന്നിട്ടേ പോകാൻ പറ്റും. അപ്പൊ അമേരിക്കയിൽ പോയി ചെത്താൻ പോവാണ്. കളിയാക്കല്ലേ? അപ്പൊ നാൻസിയെ, ഞാൻ ഇറങ്ങാം. ഇനി വൈകിയ വന്ന കാര്യം നടക്കൂല. പറക്കണൊക്കെ ഒന്ന് വിളിച്ച്. ഓക്കെ, ശരി, ബൈ. സാർ അവൻ ഫോണും സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞല്ല. ഓന്റെ പെരീ പോ.